ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് പറ്റി. അമൃത എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഞാൻ രചന എന്നാണ് പറഞ്ഞത്. ആക്ച്വലി രചന മെനങ്ങാന്നേ എവിക്റ്റായ ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത്, ഞാൻ ഈ ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ 10 മണി 12 മണിയാകുമ്പോൾ സാധനം വരും. നമ്മളെല്ലായിടത്തും മൊബൈലിൽ എല്ലാം നോട്ട് ചെയ്യാൻ കണക്കാക്കി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് 5 മിനിറ്റ് ഇവരുടെ കൊണയുണ്ടാവും. ജഡ്ജസ്മാർ അങ്ങനെയാണ്, മറ്റതിങ്ങനെയാണ്, മറിച്ചാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഒരു 3 മിനിറ്റ് ഉറങ്ങുക. ഉറങ്ങിയ ശേഷം ഇങ്ങനെ ഞെട്ടിയെടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ആയിക്കാണും. അയ്യോ കണ്ടില്ലല്ലോ. പിന്നെ ബാക്ക് അടിച്ച് പോകും. പിന്നെ ഒരു 2 മിനിറ്റ് കാണും. പിന്നെ അപ്പോൾ എത്രയൊക്കെയോ നോട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് രാവിലെ എണീറ്റിരുന്ന് ഇതെന്താണെന്ന് പറയാൻ നോക്കുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയാടാ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ പരിപാടി അത്രയും ബോറിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചതാണ്. ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഇന്നലത്തെ എപ്പിസോഡ് കുറേ ഇതിനെ പറത്തി വിട്ട് സാറ്റിസ്ഫൈഡ്, സന്തോഷം. ഒരു മണിക്കൂറും 10 മിനിറ്റും ലെങ്ത് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഒട്ടും ബോറടിക്കാത്ത നല്ല എൻഗേജിങ് ആയിട്ട്. കാരണം ഈ മുമ്പത്തേന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ ഇങ്ങനെ ഈ ചന്തയ്ക്ക് മീൻ വാങ്ങിക്കാൻ ഒരുപാട് പേര് വന്ന് നിൽക്കും പോലത്തെ ഒരു ഇതാണ്. ആരെയും ഒന്നും ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല. ആരെ പേര് പോലും നേരെ അറിഞ്ഞുകൂടാ. അവർക്ക് അവരുടെ വ്യക്തിത്വം, കാരണം ഈ 12 പേര് വരുമ്പം ഈ 12 പേർ വരുന്നവർക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ കൊടുത്ത ടാസ്കും അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ട് ഇവരുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയൊക്കെ പരിശോധിക്കാൻ ഉള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ ഇവരുടെ ഒരു ഡിബേറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും രസമായിരുന്നു. അതിലേക്ക് ജഡ്ജിമാർ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു. ജഡ്ജിമാർ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയി. അതാണ് എൻ്റെ ഒരു രസം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങിയപ്പോഴേക്കും ഈ റനീഷ എന്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര വെറുപ്പിക്കില്ല. ഇത് കുറച്ചുകൂടി ഒന്ന് സാധാരണ മനുഷ്യന്മാർ സംസാരിക്കും പോലെ സംസാരിച്ചാൽ കുറച്ചുകൂടി ഉള്ളത്. ഇത് ക്രിഞ്ചാണ് റനീഷയുടെ പ്രസൻറ്റേഷൻ. വന്നിട്ട് ടോപ്പ് 12 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നുണ്ടോ? ഉണ്ട്. റൊമാൻറ്റിഫിക്കേഷൻ വരുന്നുണ്ടോ? അപ്പം റിയാസിൻ്റെ അടുത്ത് ജഡ്ജിമാരുടെ അടുത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞു. അപ്പം റിയാസ് പറയുന്നു, നിങ്ങൾ ഇന്ന് മുതൽ കുറച്ചുകൂടി സീരിയസ് ആവണം. നിങ്ങൾ അവരെനിക്കിഷ്ടമാണ്, അവർ കൊള്ളാം, സുഖിപ്പിക്കൽ ഗെയിമായിട്ടൊന്നും കളിക്കരുത് എന്ന് പറയുന്നു. മാരാർ പറയുന്നു, ഓക്കെ 12 ലൈറ്റുണ്ട്, നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഴിചാരാൻ പാടില്ല എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ പാടില്ല എന്ന് പറഞ്ഞവർ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞവർ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തനെ ഇഷ്ടമാണെന്നും ഒരുത്തന് ഇഷ്ടമല്ല എന്നും പറയുക, അവരുടെ കാരണം പറയാമെന്ന്. പിന്നെ ഇഷ്ടമല്ല എന്ന് പറയാനടുത്ത് അവനെ പഴിചാരാറില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയണതൊന്ന്, ടാസ്ക് കൊടുക്കണത് വേറെ ഒന്ന്. ശ്യാമിനെ ആദ്യം വിളിച്ച് ശ്യാമിന് വിസിബിലിറ്റി കൊടുക്കണം. ശ്യാമിനെ കാണാനില്ല. മലേഷ്യ വിമാനം പോയതുപോലെ ഒരവസ്ഥയാണ്. ശ്യാം എങ്ങനെയാണ് ടോപ്പ് 12 വന്നതെന്നുള്ളത്. അപ്പോൾ സോറി അതിനു മുമ്പേ പൂജ ഉണ്ട് കേട്ടോ. പൂജയ്ക്ക് ആരാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. പൂജ ഷിബിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. ഇഷ്ടമല്ലാത്ത ശ്യാം. അങ്ങനെ ശ്യാമിനെ കൊണ്ടിട്ട് പറയുന്നു ഇവൻ ഒറ്റയ്ക്കേ കളിക്കുള്ളൂ, ഇവൻ ഗെയിമിൽ ടീം സ്പിരിറ്റ് ഇല്ല, മറ്റതില്ല മറിച്ചതില്ല, ഇവ ആൾ ഉടായിപ്പാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പൂജ ശ്യാമിനെ എടുത്തിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ശ്യാം ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിബിനെയാണ് ഇഷ്ടം. ഷിബിന ഭയങ്കര ആക്റ്റീവാണ്, ഇതാണ് ഷിബിന. താങ്ക് യു എന്നുള്ള ഷിബിന നിൽക്കുന്നുണ്ട്. അപ്പോൾ മാരാറാണ് സുഖിപ്പിക്കലുണ്ടെന്ന് പറഞ്ഞു. സുഖിപ്പിക്കൽ ഗെയിം ഇവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൂജയ്ക്ക് കൊടുത്ത് പൂജ അപ്പോഴേ ഏറിപ്പോയില്ലേ. അടുത്ത് ശ്യാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശ്യാം ട്വിസ്റ്റ് അടിച്ചിട്ട് ശ്യാമിന് ഏറ്റവും ഇഷ്ടം പൂജയാണെന്ന് പറഞ്ഞു. പൂജ ശ്യാമിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്. അതുപോലെ ഏറ്റവും ഇഷ്ടം അല്ലാത്തത് എൽദോ ആണെന്ന് പറഞ്ഞാൽ എൽദോയെ പിടിച്ചൊരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം പൂജയുടെ അടുത്ത് ജഡ്ജിമാർ ചോദിച്ച് പൂജ ഇപ്പം എന്ത് പറയുന്നത് ചോദിച്ചു. അപ്പോൾ പൂജ പറഞ്ഞു, അപ്പോൾ എനിക്ക് എവിടെയോ തെറ്റുപറ്റി, ഇവൻ ശരിക്കും നല്ല പയ്യനാണ്, എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേന്ന്. ഇത് കേട്ട മാരാറ് എൻ്റെ ആള് പൂജ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാളെ ഞാൻ നല്ലതെന്ന് പറയും. അതുപോലെ പൂജ ഇത്രയും നേരം അവനെ വലിച്ചു കൊടുത്തിട്ട് അവൻ ഇത്രയും നല്ലതെന്ന് പറഞ്ഞപ്പോഴേക്കും പൂജ നേരെ പ്ലേറ്റ് മറിഞ്ഞ് അപ്പോഴേക്കും മാരാറിൻ്റെ ഇടപെടാതിരിക്കാൻ പറ്റുമോ? മാരാറിലോട്ട് പറഞ്ഞു, ഒരുപാട് കേരളത്തിലെ മിക്ക പെമ്പിളർക്കും പറ്റുന്ന ഇതാണ്. എന്തെങ്കിലും ഒരു സുഖിപ്പിക്കൽ വാക്കുകൾ എന്തെങ്കിലും ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ഉടനെ ഇവർ കുഴിയിലേക്ക് പോയി ചാടും. അവരുടെ കുടുക്കിലാണ് വീഴുന്നത്, നിങ്ങൾ അറിയുന്നില്ലോ എന്ന് പറയുമ്പോഴേക്കും രഞ്ജിനി, അതെ എല്ലാ പെമ്പിളരെ അങ്ങനെ നീ വിചാരിക്കണ്ട, ഈ കുടുക്കിലാണ് വീണതെന്ന് വെറുതെ അഭിനയിച്ച് പോകുന്ന പെമ്പിളരുമൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് സൂചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രഞ്ജിനി തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പൂജയെ പിടിച്ച് കൊടുത്ത്, നീ ഇപ്പം പറഞ്ഞത് അവൻ ഈ പറഞ്ഞുകൊണ്ടാണോ അവൻ നല്ലതെന്ന് പറഞ്ഞത്? അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്യാരക്ടർ മാറുമോ? ഇങ്ങനെയാണോ ഒരാളെ വിലയിരുത്തുന്നതെന്ന് ചോദിച്ചപ്പോഴും, അല്ല അത് പിന്നെ ഞാൻ മാത്രമല്ല മുത്തശ്ശൻ്റെ കൂട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു, ഇങ്ങനെ തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരെയും മുട്ടാറില്ല, അതുകൊണ്ട് പറ്റിയതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് മാഡം. ഓ കൺഫ്യൂസ്ഡ് ആണല്ലേ? ഇപ്പം കൺഫ്യൂസ്ഡ് ആയതാണോ നമ്മൾ ചോദിച്ചപ്പോഴാണോ കൺഫ്യൂസ്ഡ് ആയത്? അത് അവൻ നല്ലതാണെന്ന് പറയുമ്പോഴാണ് കൺഫ്യൂസ്ഡ് ആയത്. അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്നെ ഒന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി സമാധാനമായിട്ട് പിള്ളേരെ നോക്കി ഇരിക്കുകയായിരുന്നു പുല്ല് എന്നുള്ള രീതിയിൽ ചാച്ചി അവിടെ ഇത് മുരികളുണ്ടായിരുന്നു. അങ്ങനെ അവളെ കിളി പോയി. അടുത്ത് എൽദോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്യാമിന്?
യവൻ യവനെ പോലത്തെ ഒരു ഫേക്ക് ഞാൻ കണ്ടിട്ടില്ല. യവ എല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് യവ സംസാരിക്കുന്നത്. യവൻ്റെ സംസാരം അച്ചടി ഭാഷ പോലെയാണ്. യവ എപ്പോഴും യവനെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും വളരെ മാറാറ്. പിന്നെ അവനെ പ്രൊമോട്ട് ചെയ്ത് നിന്നെ പ്രൊമോട്ട് ചെയ്യണം ശ്യാമിൻ്റെ അടുത്ത്. എൽദോ ആണോ എൽദോ ആർട്ടിഫിഷ്യലായിട്ടാണോ സംസാരിക്കുന്നത്? അത് ഞാനൊരു പൊതുവേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആ രീതിയിൽ എനിക്കത് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ഡെക്കോറൊക്കെ കീപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെ പൊതുവേദി. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ സംസാരിക്കണമല്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി അടുത്ത ആൾക്കാരില്ലേ, അപ്പോൾ ആ രീതിയിൽ ഞാൻ രഞ്ജിനി വെച്ച് എന്നാൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് സംസാരിച്ചാണ്. ഞങ്ങൾ കൂട്ടുകാരാണ് നിന്റെ സംസാരിക്കും. ഒരു സെക്കൻഡ് പോലും ഇല്ല കേട്ടോ. ഇവൻ ഈ കുറച്ച് ഫേക്കാണ്, അതിന് മാറ്റി വെച്ചിട്ട് ഇവൻ പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും പറയും. ഇവൻ മിണ്ടാതിരിക്കില്ല. മണ്ടത്തരമാണെങ്കിൽ കൂടെ ഇവ കോൺഫിഡൻ്റ് ആയിട്ട് അത് പറയും. അവൻ്റെ മണ്ടത്തരം കോൺഫിഡൻ്റ് ആയിട്ട് അവൻ പറയണ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. അങ്ങനെ അവനെ ഊക്കി വിട്ടിട്ട് മാരാർ പറഞ്ഞ് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ അച്ചടി ഭാഷയിൽ പറഞ്ഞപ്പോഴേക്കും അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും നമ്മള് രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് മാരാർ എൻ്റെ ഊക്കിയ അത് നമുക്കൊരു പ്രൗഡാണ് അല്ലേ, അത് നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞു മാരാർ പ്രതീക്ഷയില്ല കേട്ടോ. മാരാറിന് യവന്മാരെ ഭാഗത്ത് നിന്നും കൂടി ഊക്ക് വാങ്ങി പിടിക്കുകയാണ് പാവം. അപ്പോൾ എൽദോയെ പിടിച്ചേർത്ത് എൽദോയ്ക്ക് ഇഷ്ടം ആരാണെന്ന് ചോദിച്ചു. എൽദോയ്ക്ക് ഇഷ്ടമല്ലാത്തത് സോന, എൽദോയ്ക്ക് ഇഷ്ടമുള്ളത് ശ്യാമൻ. സോന എന്തോട് വെച്ചാൽ സോന എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി, ഇന്ന് ഞാൻ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. എൽദോ പറഞ്ഞ് സോന ഫുൾ നെഗറ്റിവിറ്റിയാണ്, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എൽദോയ്ക്ക് ഇഷ്ടം ഷാമോനായിരുന്നു. ഷാമോ ബിലോ ആവറേജാണ്, പക്ഷേ പെർഫോം ചെയ്യുന്നുണ്ട്, അതാണ് അവനെ ഏറ്റവും ഇഷ്ടമെന്ന്. ഇവനെ ജഡ്ജ് ചെയ്ത് കേട്ടാ, നീ ആരവനെ ബിലോ ആവറേജ് എന്ന് പറയാൻ, എന്ത് കാര്യത്തിലാണ് ബിലോ ആവറേജ്? അപ്പോൾ അത് പുള്ളി അങ്ങനെ വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്ത ലോകവിവരമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ബിലോ ആവറേജോ എല്ലാ കാര്യത്തിലും അപ്പോൾ ബിലോ ആവറേജാണ്. അപ്പോൾ അങ്ങനെയല്ല, ഡ്രൈവിങ്ങിലൊക്കെ അണ്ണ സൂപ്പറാണ്. അപ്പോൾ മാരാറ് അയാളെ ഡ്രൈവിങ് കണ്ടിട്ടുണ്ടോയെന്ന് കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? റീൽ കണ്ടിട്ടുണ്ട്. റീൽ കണ്ടിട്ടാണ് ഒരാൾ സൂപ്പർ ഡ്രൈവറാണെന്ന് പറയണത്. അല്ല, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓട്ടിക്കും. 100 കിലോമീറ്റർ സ്പീഡിൽ ഓട്ടിക്കുന്നവനാണ് നല്ല. ഇപ്പം മാരാർ ചോദിച്ച് ഒരാൾ മികച്ച ഡ്രൈവറാണെന്ന് പറയണ എൻ്റെ മാനദണ്ഡം എന്താണ്? ദൈവമേ ഞാൻ എന്ത് പറയാം. അപ്പോൾ പുള്ളിയുടെ റീൽ വെച്ചിട്ട് പുള്ളി 100 കിലോമീറ്റർ സ്പീഡിൽ ഓട്ടിക്കുന്നതുകൊണ്ട് പുള്ളി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര നല്ല ഡ്രൈവറാണ്, രഞ്ജിനി വന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ചാടി ചത്തോളാൻ പറഞ്ഞു. സോനയ്ക്ക് ഇഷ്ടം ശ്യാമിനെയാണ്. എന്താണ് കാരണം ചോദിച്ചപ്പോഴേക്കും ശ്യാമിനെയും കണ്ട എന്നെ പോലെ തോന്നുന്നു, എന്നെയും ശ്യാമിനെ ഒരേപോലെയാണ് എനിക്ക് തോന്നിയെന്ന് സോന പറയുന്നത്. കറക്റ്റാണ് കേട്ടോ, നമുക്കും അങ്ങനെയാണ് തോന്നുന്നത്. നീയും ശ്യാമും ഒരേപോലെയാണ്. എങ്ങനെയാണ് ടോപ്പ് 12 വന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കറക്റ്റ് സിമിലാരിറ്റിയാണ്. അടുത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ വിളിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. നിന്നെ മാത്രം കണ്ടില്ലല്ലോ ഉണ്ടത്തക്കാളി, നീ പാടാ പോകാലുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് എൽദോ അങ്ങ് വിളിക്കണം. എന്തൊരു ക്രിഞ്ച് ഉറപ്പിക്കില്ല കേട്ടോ അത്. ഇതിനെയൊക്കെ ക്യാറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇത് 125 ഫ്രീക്വൻസിയിൽ അങ്ങ് ക്യാറ്റിങ് വെച്ചിരിക്കും. ഡെസിബൽ കൂട്ടി വെച്ചിരിക്കും. നമുക്ക് 2000 ഒക്കെ താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുകൊണ്ട് ഒരു വഴക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ശബ്ദം മാത്രം ഇങ്ങനെ കേട്ടിരിക്കും. ബാക്കി ആരും പറയണേന്ന് പോലും മനസ്സിലാവില്ല. ഈ സോനയൊക്കെ ക്യാറ്റ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പിൻവാതിൽ നിയമനം ഉണ്ടെങ്കിൽ അതൊന്ന് കെയർ ചെയ്താൽ നല്ലത്. ഇതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തെസ്നി ഖാൻ്റെ ഒരു പ്രോ മാക്സ് ഡയലോഗ് ഡെലിവറിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്തുകൊണ്ടാണ് എൽദോ വിശ്വാസം? എൽദോ എന്നെ ചേച്ചി എന്ന് വിളിച്ചത് അതെനിക്ക് ഇഷ്ടമല്ല. എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അയാൾ മാസ്ക് വെച്ച് നടക്കുകയാണ് എപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ചടി ഭാഷ, അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ്. അച്ചടി ഭാഷ സംസാരിക്കുന്നതാണ് നെഗറ്റീവ്. അതുമാത്രമല്ല എനിക്ക് തോന്നി ഫേക്കാണെന്ന്. ഫേക്കാണ്. കാരണം എന്ത്? കാരണമെന്ന് പറഞ്ഞാൽ ഫേക്കാണ് തോന്നി. എനിക്കെന്ത് തോന്നിക്കൂടെ? കാരണമൊക്കെ പറയാതെ ഇങ്ങനെ ചോദിക്കരുത്. സോന ഒന്ന് കേട്ടപ്പം സോനയ്ക്ക് എന്തെങ്കിലും പിടിച്ചു വരണം. ഇയാൾ ഭയങ്കര നെഗറ്റീവ് ഒന്നും കാട്ടാറില്ല, പുള്ളിയുടെ പോസിറ്റീവ് സൈൻ മാത്രം കാണിക്കുന്നുണ്ട്. കറക്റ്റ്. ഞാനിത് ശ്രദ്ധിച്ചു. ഇവർ ഭയങ്കര ഫേവററ്റിസം കാണിക്കുകയാണ് ഈ സോനയുടെ അടുത്ത്. എന്ന് പറഞ്ഞാൽ ഇവളെന്ത് പറയാനും ഇവളെ റോസ്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല. ഇവൾ കറക്റ്റാണെന്ന് ഉടനെ കണ്ട. അയാൾ മൊത്തത്തിലൊരു നെഗറ്റീവ് കാണിക്കാതെ പോസിറ്റീവ് മാത്രം കാണിച്ചു കൊടുക്കുന്ന ഒരു ഫേക്ക് പെർസോണ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് നമ്മുടെ റിയാസ് പറയുന്നത്. പിന്നെ സോന പറഞ്ഞതുപോലെ എപ്പോഴും ഐ ആം ദ നൈസ് ബോയ്, ഈവൻ ആരെന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും ഐ എം ഗോയിങ് ടു ടേക്ക് ലൈക്ക് ദിസ്. താഷി വിളിക്കുന്നു. താഷിക്ക് ഏറ്റവും ഇഷ്ടം ശ്യാമിനെ, ഇഷ്ടമല്ലാത്ത ഷിജിൻ. എന്നിട്ട് രണ്ടുപേരും വിളിക്കുന്നു. അപ്പോൾ ഷിജിൻ വരുന്നു. ഈച്ചയിലെ കിച്ച സുദീപയെ പോലെ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്ക് വാങ്ങിച്ച് വെട്ടി. ഷിജിനെ ഇതൊക്കെ വിട്, നമ്മളൊരു ടീമാണ്, ടീം ആകുമ്പോഴത്തേക്ക് നമ്മൾ ജയിക്കണം. കോട്ട് വിട്ടുകൊണ്ടിരുന്ന അവൻ പറയണത് മറ്റേ പടത്തിലുണ്ടല്ലോ,
ഇന്നസെൻറ്റ് പറയണത്. ഇങ്ങനെ ഇത്രയും വലിയ മീശയെ വെച്ച് കരയാതാണ് അത് വീണ്ടും വളരുമെന്ന് പറയുമ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു അവൻ്റെത്. ഷിജിൻ എല്ലാത്തിലും അവനാണ് ക്രെഡിറ്റ്, അവനാണ് ചെയ്തതെന്നുള്ള രീതിയിൽ ഒക്കെ പറയുന്നതൊക്കെയാണ് ഇവർ പലരും ആരോപിക്കണത്. ആരെങ്കിലുമൊക്കെ ബുദ്ധി വന്നിട്ട് എവൻ്റെ ആണെന്നുള്ള രീതിയിൽ എവൻ്റെ ക്രെഡിറ്റ് ആയിട്ട് വയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നുള്ളതൊക്കെ പറയാനുണ്ട്. പിന്നെ അവൻ കുറച്ച് പട്ടിശോയമാണ്. അപ്പോൾ ഷിജിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഷിജിന് താഷി ഇഷ്ടമല്ല, ഷിജിൻ റിവെഞ്ച് അടിച്ച് ഇഷ്ടപ്പെട്ടത് രാകേഷിനെ. താഷി ഭയങ്കര ചതിയനാണ് എന്നാണ് പറയുന്നത്. രാകേഷ് ടീം പ്ലെയറുമാണെന്നാണ് പറയുന്നത്. രാകേഷിനോട് ചോദിച്ചപ്പോൾ രാകേഷിന് ഇഷ്ടം ലോലിറ്റ, ഇഷ്ടമല്ലാത്ത ആഫിയാണ്. ലോലിറ്റ എന്തുകൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്കും ലോലിറ്റ അനിയത്തിക്കുട്ടി, ഇത് ജഡ്ജിമാർ പറഞ്ഞാണ് ഇങ്ങനെ ഒരു ഇത് എടുക്കലെന്ന് പറഞ്ഞാൽ പിടിച്ച് കാലെടുത്ത് കുത്തിയിട്ട് അതിന് മുമ്പ് അനിയത്തിയും കുഞ്ഞമ്മേരെ മക്കളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അഭിയാനെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അഭിയാനെ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഹായ് കൊച്ചിക്കാരാ ഷോട്ട് ഉണ്ടോ ചോദിച്ചെന്ന്. ഇത് എല്ലാ കൊച്ചിക്കാരന്മാരും ഷോട്ട് ഉണ്ടോ ചോദിക്കുമെന്ന്. ഈ ഷോട്ടെന്ന് പറഞ്ഞാൽ എന്താ മറ്റേ ഇത് അടിക്കണ എന്തോ ആണ്, മറ്റേ മൈക്ക് വരുന്ന എന്തോ ആണ്, ഷോട്ടുണ്ടോ ചോദിച്ചെന്ന്. ഈ പെണ്ണ് കൊള്ളാമല്ലോ. ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെ കൊച്ചിക്കാരനായതുകൊണ്ടൊന്നുമല്ല, നമ്മൾ അവിടത്തുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നിൻ്റെ അവിടത്തുള്ള എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടെങ്കിൽ നിൻ്റെ കുഴപ്പമായിരിക്കും, നമ്മളവിടെ ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് അവിടെ വെച്ചിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫിയാനടുത്ത് എന്താണ് ചോദിച്ചപ്പോൾ അഫിയാനയ്ക്ക് ഷിജിനെയാണ് ഇഷ്ടമല്ലാത്തത്, ഷിബിനെ ഇഷ്ടമാണ്. ഷിബിനെ കുറേ പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഷിബിനെ അടുത്ത് ചോദിച്ച് നിന്നെ പുകഴ്ത്തിയ ഈ അഫിയാനാരുടെ ഒരു കുറ്റം കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മളെ ഷിബിനെ പറഞ്ഞു എനിക്ക് കുറ്റമൊന്നും ഇല്ല സാർ എന്ന് പറയുമ്പോഴേക്കും റിയാസ് ഒരു പ്രത്യേകതരം എക്സ്പ്രഷൻ ഇട്ടു കേട്ടോ ഇങ്ങനെ. എനിക്ക് തോന്നിയിട്ടില്ല കുറ്റം എന്നുള്ള രീതിയിൽ. പക്ഷേ തോട്ട മുംബൈയിൽ ഷക്കീലിയെ കണ്ട ജഗതി ചേട്ടനെ പോലത്തെ ഒരു എക്സ്പ്രഷൻ, അത് എന്തിനാണ് അവിടെ ഇട്ടേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവ എന്തിനാണ് വന്നിരിക്കുന്നത്, നീ ജഡ്ജി അല്ലടാ നീ. അപ്പം ഷിബിനെ അടുത്ത് ചോദിക്കുന്നു ഇഷ്ടമല്ലാത്തത് ശ്യാമിനെ, ഇഷ്ടമുള്ളത് എൽദോയ. എന്ത് ശ്യാമിന് ഇഷ്ടമല്ലാത്തത്? ശ്യാം ഫുഡിൽ ഛർദ്ദിച്ച് വെച്ച് മര്യാദയ്ക്ക് ആഫിയാനെ ആരോ ഒരാൾ ആ ടാസ്ക് ജയിച്ചു പോയിരുന്നു. ആഫിയാനെ വേറെ ആരെയോ ഒരു വിട്ടെ വർഷ ആ ഫുഡ് തിന്ന് തീർക്കുമായിരുന്നു. അവളും തിന്നണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഛർദ്ദിച്ച് വെച്ചതുകൊണ്ട് എടുത്തു വെച്ചിട്ട്. ഇതിലുള്ള ഏറ്റവും വീക്ക് ശ്യാമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി ക്രൂക്കഡ് കളിക്കാറുണ്ട്, ഇയാൾ ഡിസ്കസ്റ്റിംഗ്ലി ക്രൂക്കഡാണെന്ന്, അതായത് ക്രൂക്കഡ് മൈൻഡിൽ ഏറ്റവും വൃത്തികെട്ടവനാണെന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ ആരാർ ചോദിച്ച് മറ്റേ കളം ചാടി കളിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, 3 പേര് നിൽക്കണം 5 പേര് നിൽക്കണം, അതിൽ 3 കൂട്ടുകാരികളെ കൂടെ പിടിച്ച് ടീമായിട്ട് നിന്നിട്ട് അവരെ പറ്റിച്ചിട്ട് ഒറ്റയ്ക്ക് പോയത് എന്ത് ക്രൂക്കഡ്നെസ് എന്ന് ചോദിച്ചോട്ടെ. അപ്പോഴേക്കും ഷിബിനെ ചെറുതായിട്ട് എറിവി. അത് ക്രൂക്കഡ്, ഇയാൾ അതിൻ്റെ അപ്പുറം ഡിസ്കസ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. ക്രൂക്കഡ് ഗെയിമൊക്കെ ഞാൻ കളിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ആരാ ചോദിച്ച് അപ്പോൾ നിങ്ങളിടുമ്പോൾ ബെർമുട, ബാക്കിയുള്ളവരിടുമ്പോൾ വള്ളിക്കളസം. അപ്പോൾ ശ്യാമിനോട് ചോദിച്ചു, ശ്യാം ഇവക്കൊരു സ്റ്റാൻഡില്ല, ഒരു നിലപാടില്ല ഈ ഷിബിനയ്ക്ക്, ശ്യാം പറയണത്. അപ്പോൾ ഷിബിനയ്ക്ക് 2-3 ഗുഡാണെന്നുള്ള ഇമോജി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇമോജി വെച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ. മറ്റേ ഡിസ്ലൈക്ക് ചെയ്തവർക്ക് ഷർദിലിൻ്റെ ഇമോജി, ലൈക്ക് ചെയ്തവർക്ക് സ്മൈലിൻ്റെ ലവിൻ്റെ ഒരു സാധനം. അപ്പം ഇവ ഇങ്ങനെ പറഞ്ഞു ഇവക്കൊരു സ്റ്റാൻഡില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഹലോ തെക്കണ്ട എനിക്ക് 2 കിട്ടി, നിനക്ക് കിട്ടിയ മൊത്തം ഷർട്ടിലാണ്, ഈ ഷർട്ടിൽ നിറച്ച് നിൻ്റെ തുണി മൊത്തം ഷർട്ടിലാണ് ഇത് കണ്ടാതുകൊണ്ട് രീതിയിൽ കാണിച്ചപ്പോഴേക്കും അവിടെ ഞാൻ ഒരു കമന്റ് അടിച്ചു ചേട്ടാ. ഞാൻ പറയട്ടെ, നീ ഇട്ട കളസത്തിന്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അവിടെ അടിയാവുന്നു. ജഡ്ജി വരാ ഓക്കെ യോഗം പിരിച്ചു വിട്ടുന്നുണ്ട് പറഞ്ഞു വിടുന്നു. അടുത്ത് ലോലിറ്റയോട് ചോദിക്കുന്നത്, ലോലിറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടം ഷിജുലാലാണ്. ഷിജുലാൽ ഇതിൻ്റെ ഇടയ്ക്ക് നന്മവരം കളിച്ച് ഒരു പാവം പയ്യനായിട്ട് നിൽപ്പുണ്ട്, മിക്കവാറും 2 ദിവസം കഴിയുമ്പം പുള്ളിയെടുത്ത് കളയും. ഇഷ്ടമല്ലാത്ത ഷിജിൻ വീണ്ടും വരികയാണ്, സ്കിച്ച സുദീപ. ഷിജിൻ ക്രെഡിറ്റ് അടിക്കാൻ നോക്കുമെന്ന് പറയുന്നത് ലോലിറ്റാണ്. ഒരു 10 പേരെ ഒന്ന് കളിക്കും, ആരെങ്കിലും ഒരു ഐഡിയയിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഉടനെ അവൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു നടക്കുമെന്ന്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നു. അത് ഷിജിലാലിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഷിജിലാലിന് ഏറ്റവും ഇഷ്ടം ലോലിറ്റയും ഇഷ്ടമല്ലാത്തത് ഷിജിനെയും. ലോലിറ്റ മുഖത്ത് നോക്കി സംസാരിക്കും എന്നാണ് പറയുന്നത്. ലോലിറ്റ മുഖത്ത് നോക്കി സംസാരിക്കുന്നതുകൊണ്ട് കുറേ പേർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. ആർക്കിഷ്ടമല്ലാത്തത്? അത് സോന യെസ് ഐ ആം ചാർജ്ഡ് അയ്യപ്പ എന്നുകൊണ്ട് വീണ്ടും പറയാണ്. ആർക്കാ ഇഷ്ടമല്ലാത്ത? സോന ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് അയ്യോ ചേച്ചിയൊന്നും വിളിക്കില്ലേ, പുള്ളിക്ക് ഇഷ്ടമല്ല. അത് ചേച്ചിയൊന്നും വിളിക്കില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കള്ളത്തരം പറയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു ചേച്ചിയൊന്നും വിളിക്കില്ലെന്ന്. എടാ നമ്മളല്ലേ കേട്ടോ ചേച്ചിയൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന്. അത് ഷിജിൻ മറ്റേ ഒരു വേറെ എൽദോ ചേച്ചി എന്ന് വിളിക്കുന്നതാണ് പ്രശ്നം. എൽദോയ്ക്ക് 10-40 വയസ്സൊക്കെ കണ്ടുകൊണ്ട് ഇവർക്ക് 36 വയസ്സ് ആവണ ചേച്ചി എന്ന് വിളിക്കുന്നതൊക്കെ പ്രശ്നം. ലോലിറ്റ ചേച്ചി എന്ന് വിളിക്കുന്നതിന് പ്രശ്നമില്ല എന്ന്. അപ്പോൾ അതാണ് കേട്ടോ, അതില്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ. ഇവൾ കള്ളമാണ് പറയുന്നത്. എനിക്ക് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് ഫേവറേറ്റിസം കാണിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നുകൊണ്ട് ലോലിറ്റയ്ക്ക് ഒരു കൊട്ട് കൊടുത്തു. അടുത്ത ഷാമോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടം ഷിജുലാലിന്, ഏറ്റവും ഇഷ്ടമുള്ള സോനയെ വീണ്ടും എടുത്ത് വെച്ചിട്ട് കീറി വിടുകയാണ്. ഇവിടെയുള്ള ഏറ്റവും ഫേക്കായിട്ടുള്ള ആൾ സോനയാണ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് മാത്രമാണ് ഇവർക്ക് എക്സിസ്റ്റൻസ് ഉള്ളത്. ഇപ്പോൾ ഇതുപോലെ അഹങ്കാരിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുകൊണ്ട് ആ വേഷ പറഞ്ഞു കൊടുത്തു. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയത് നമ്മുടെ കിച്ച സുദീപ ഷിജിൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് കുറേ പേർക്കുണ്ട്, 2 വെച്ചിട്ട്. ലോലിറ്റയ്ക്കുണ്ട്, ഷിബിനയ്ക്കുണ്ട്, അത് ഷിജുലാലിനുണ്ട്, അങ്ങനെ കുറേ പേർക്കുണ്ട്. അപ്പോൾ അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ് ലോലിറ്റയെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തു ക്യാപ്റ്റനായിട്ട്. പിന്നെ അവരൊരു ഗെയിം കൊടുക്കുകയാണ്, മെമ്മറി ഗെയിം. അതായത് ഒരു ചിത്രം കാണിക്കുക, ചിത്രത്തിനകത്ത്
ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം 2 ടീമാർ തിരിച്ചിട്ടുണ്ട്. ആദ്യം ആൻസർ പറയുന്നവർക്ക് ബസറടിക്കാം. ബസറടിച്ചിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കയ്പ് നീര്, പല ടൈപ്പ് ഓഫ് കയ്പ് നീരുകളൊക്കെ വെച്ചിട്ടുണ്ട്, അത് കുടിക്കേണ്ടി വരും. മറ്റേ ടീം ശരി പറഞ്ഞാലേ ഉള്ളൂ. 2 പേരും തെറ്റ് പറയണമെങ്കിൽ 2 പേരും കയ്പ് നീര് കുടിക്കേണ്ടി വരും. അങ്ങനെ ആ ഗെയിം കളിച്ചു. അതിൽ കുറേ പേരുടെ കോൺസെൻട്രേഷനും ബുദ്ധിയും നമുക്ക് കാണാൻ പറ്റി കേട്ടോ. കുറേ പേരുടെ പാർവതി എന്ന് പൂജ, അതുപോലെ എൽദോയ്ക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ്. അവൻ ബ്രില്യൻ്റാണ്. അവൻ കുറച്ച് അവൻ്റെ സംസാരത്തിൽ വെച്ച് അടിച്ചു കൊടുക്കാനുള്ള ഒരു സ്ലാങ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അവൻ പരിപാടിയൊക്കെ അവനറിയാം. അവൻ എന്തോ PSC ഒക്കെ പഠിച്ച് എല്ലാ ലിസ്റ്റിൽ കിടന്നിട്ട് അവൻ സ്വന്തം സ്റ്റാർട്ടപ്പൊക്കെ ഉണ്ടാക്കി. അവൻ ഈ പറഞ്ഞ പോലെ അവൻ തന്നെ അവനെ പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ തന്നെ. അങ്ങനെ ശ്യാം, ആ ടീമിലുള്ള എല്ലാ ലോക തോൽവിയായിരുന്നു ഷിജിൻ്റെ ടീമിൽ. അത് ശ്യാം മാത്രമാണ് 3 പോയിന്റ് എടുത്തോണ്ട് ശ്യാം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഔട്ട് ഹൗസിലോട്ട് പറഞ്ഞു വിട്ടു. ഷിജിൻ, ഷിജുലാൽ, അഫിയാൻസ്, ഷാമോൻ, താഷി ഇത്രയും പേർക്കാണ് പുറത്തു പോയത്. അതിൽ നന്നായിട്ട് കളിച്ച എൽദോയ്ക്ക് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇൻഫിനിറ്റി കൊടുത്തതിൻ്റെ പവർ, ഇൻഫിനിറ്റിക്ക് ഒരു പ്രത്യേക പവറുണ്ട്. എൽദോയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അവനെ തന്നെ പോഴ്ത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള സ്പേസും കൂടി കൊടുത്തിട്ട് അവൻ വന്നിട്ട് 2 മിനിറ്റ് അവനെക്കുറിച്ച് തള്ളി തീരാത്തതുകൊണ്ട് ജഡ്ജിമാർ മണി അടിച്ച് നിർത്തിയിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഓക്കെ താങ്ക്സ് എന്നുകൊണ്ട് അവൻ്റെ പെൻഡിൽ തിരിച്ചു വാങ്ങിച്ചോടായി. അതായത് അവൻ കയറി അവനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഇത് കൊടുത്തല്ലോ, അവരെക്കുറിച്ച് പറയാനും എന്തെങ്കിലും സബ്ജക്റ്റുകൾ സംസാരിക്കാനും. അതുപോലത്തെ ഒരു സാധനമേ ഉള്ളൂ. ഇതിലാണ് ഇൻഫിനിറ്റി പെൻഡൻ്റ് എന്ന് പറയുന്നത്. പെൻഡൻ്റ് കൊടുത്ത് അവൻ കളി ജയിച്ചിട്ട് അവൻ എന്തോ വലിയ അംഗീകാരം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാൻ കൊടുത്തിട്ട് ഓക്കെ താങ്ക്സ് ഇറങ്ങി പോകുന്നുണ്ട് പിടിച്ചു വച്ചിട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് അടുത്ത സെക്ഷൻ എലിമിനേഷനോ? ഇത് നേരത്തെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ആൾക്കാരുടെ വോട്ടിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരെങ്ങനെ എലിമിനേഷൻ നടത്തും? അപ്പോൾ ആൾക്കാരുടെ വോട്ടിന് എന്താണ് വില? എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ലൈവായിട്ട് ബിഗ് ബോസിൽ എങ്ങനെയാണ് ഇന്നലെ നടന്നത് നാളെ കാണിക്കും, ഇന്ന് നടന്നത് നാളെ കാണിക്കും. അപ്പോൾ ആൾക്കാരുടെ വോട്ടിങ്ങിന് അവിടെ ഒരു പ്രാധാന്യമുണ്ട്. ഇത് എപ്പോഴോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനത്തിൽ ഇവരിപ്പോൾ വോട്ടിങ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്യും? അതായത് ഇനി ഇപ്പോൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞോ ഈ ഷൂട്ട്. മറ്റേ 12 ഫിൽട്ടർ ചെയ്ത് വെച്ചവരെ നേരത്തെ എങ്ങാണ്ടോ ഷൂട്ട് ചെയ്തത്. ഇത് ഇന്നലെ തുടങ്ങിയാണെന്ന് അറിയത്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ എലിമിനേഷൻ. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അതുകൊണ്ട് എലിമിനേഷൻ വയ്ക്കാൻ പറ്റില്ലല്ലോ. വോട്ടിംഗ് തുടങ്ങിയതല്ലേ ഉള്ളൂ. കാരണം ഇപ്പം ഹോട്ട്സ്റ്റാറിൽ ഈ എവിക്ഷൻ്റെ എപ്പിസോഡ് കാണിക്കണമെങ്കിൽ 3-4 മണിക്കൂർ മുമ്പേ ആയിരിക്കും വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടാവുക. എപ്പിസോഡിൽ TV-യിൽ അപ്പോഴല്ലേ വരുള്ളൂ. ഷിജു സേവ് ചെയ്യുന്നുണ്ട്, ഷാമോനെ സേവ് ചെയ്യുന്നുണ്ട്, താഷിയെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഷിജിന് ഒരു ലാസ്റ്റ് ഓപ്ഷൻ തരാം. നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറ. അഫിയയും ഷിജിനും മാത്രമാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് അഫിയ പോകണം? അതിന് പറയാൻ പറഞ്ഞപ്പോഴേക്കും വായിൽ പഴം വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യമില്ല, മൊത്തത്തിൽ പറ. ഇന്നത്തെ ഗെയിം എനിക്ക് വേണ്ട. ഷിജിൻ്റെ കിളി അങ്ങ് പോയി ഷിജിൻ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മറ്റു സാറേ കൊല്ലല്ലേ സാറേ, എനിക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആണ് സാറേ എന്ന് പറയുമ്പോഴേക്ക് എന്തൊക്കെ പലമ്പുന്നുണ്ടായിരുന്നു കോട്ട് വിട്ടൊടിച്ചോണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നിനക്കൊരു അവസാനത്തെ ചാൻസ് വരെയാണ്, നീ മര്യാദയ്ക്ക് കളി. പക്ഷേ ഒരു കയറിയ ഒരു ഊക്ക് കൊണ്ടിയായിട്ട് അവിടെ നിൽക്കും കേട്ടോ. അവൻ്റെ കുറേ പട്ടിഷോയൊക്കെ കാണാം. അത് ഒരു കോമഡി പീസായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നി. അതിനെ പുറത്താക്കട്ടെ കുറച്ച് സിരിക്കട്ടെ എന്നുള്ളൊരു ഇതായിരിക്കുള്ളത്. അപ്പം എന്തൊക്കെയാണെങ്കിലും നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഇവനെ സേവ് ആക്കി കേട്ടോ. അങ്ങനെ എവിക്ഷനൊന്നും നടന്നില്ല. നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. വർത്ത് വാച്ചിങ് ആയിരുന്നു. നിങ്ങൾ ഇന്ന് രാത്രി ഇത് വരുമ്പം കണ്ടു നോക്കുക. ഇതുവരെ കണ്ടത് വിട്ടേരെ. ഇതുവരെ കണ്ട അവരൊക്കെ ഔട്ടായി. നമുക്ക് വേറെ റെലവൻസ് ഒന്നുമില്ല. ഇന്ന് മുതൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് 9 മണിക്ക് TV-യിലൊക്കെ വരുന്ന സമയത്ത് 12 മണിക്കൊന്നും ഇത് കാണണ്ട, പതുക്കെ കണ്ടാൽ മതി. 9 മണിക്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കാണാം. അതിനുള്ള പരിപാടി ഇതിനകത്തുണ്ട്. ഇപ്പം അഗ്നി പരീക്ഷയുടെ 2ാമത്തെ സ്റ്റേജ് വന്നപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.